ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ് മക്കളെ. രണ്ടാമത്തെ ചാപ്റ്റർ, ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ടിഷ്യൂസ് ഇൻ ആക്ഷൻ. അതിൽ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. പ്ലാന്റ് ടിഷ്യൂസിൽ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്, നമുക്കറിയാം ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ആ ടിഷ്യൂവിൽ കാണപ്പെടുന്ന സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആ സെല്ലുകൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ വിഭജിച്ച് ഡിവൈഡ് ചെയ്ത് മാറാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഡിവിഷൻ എന്നുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ചെടികളിൽ എവിടെയൊക്കെ വളർച്ചയുണ്ടോ, ഗ്രോത്ത് ഉണ്ടോ, ആ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. പ്ലാന്റ് ഗ്രോത്ത് റിക്വയർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. ദീസ് സെൽസ് ഫോം സ്പെഷ്യൽ ടിഷ്യൂ കോൾഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. So meristematic tissue consists of cells that are actively dividing. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂസ്, അതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ മെന്റ് ഫോർ ഗ്രോത്ത്, വളർച്ചയ്ക്ക്, റിപ്പയർ. ഓൾഡ് ടിഷ്യൂസ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ ടിഷ്യൂ. ഓൾഡ് സെൽസ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ സെൽസ്. പുതിയ സെൽസ് വരണമെങ്കിൽ അവിടെ ഡിവിഷൻ നടക്കണം. അപ്പോൾ അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആണ്. റീജനറേഷൻ, പുല്ല്. ഇപ്പൊ പശുക്കളൊക്കെ പുല്ല് നിന്ന് മേഞ്ഞ് പോകുന്ന സമയത്ത് മുകളിലെ പുല്ലൊക്കെ കഴിച്ചാലും വീണ്ടും ആ പുല്ല് കിളിർത്ത് വരും, പുതുതായിട്ട് വരും. റീജനറേഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ റീജനറേഷൻ ഇൻ പ്ലാന്റ്സ് ആർ ഡ്യൂ ടു ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ റോൾ എന്ന് പറയുന്നത് ഗ്രോത്ത്, റിപ്പയർ ആൻഡ് റീജനറേഷൻ ഓഫ് ദ പ്ലാന്റ് പാർട്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റ് ഓഫ് സെൽ ദാറ്റ് ആക്റ്റീവ്ലി ഡിവൈഡ്. മെരിസ്റ്റമാറ്റിക് സെൽ ഡിവൈഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെല്ലുകളുടെ പ്രത്യേകത എന്താ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ. ഈ സെല്ലുകൾ ലിവിങ് സെല്ലാണ്. സൈസ് കുറച്ച് ചെറുതാണ്. ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സെല്ലാണ്. ഓക്കെ. ഈ സെല്ലിന്റെ ഉള്ളിലത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാക്യൂളുകൾ ഇല്ല എന്നുള്ളതാണ്. നോ വാക്യൂൾ. ഇവർക്ക് വാക്യൂൾ ഉണ്ടാവില്ല. ക്ലിയർ? പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണും. പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒക്കെ കാണും. വാക്യൂൾ ഉണ്ടാവില്ല. ഡെൻസ് സൈറ്റോപ്ലാസം, നിറഞ്ഞിരിക്കുന്ന സൈറ്റോപ്ലാസം കാണാൻ സാധിക്കും. ഹെൽപ്പ് പ്ലാന്റ് ഗ്രോ ത്രൂ ഔട്ട് ദ ലൈഫ്. ചെടിയുടെ ആയുസ്സുടനീളം വളർച്ചയ്ക്ക് സഹായിക്കുന്നത്, വളർച്ച എവിടെയൊക്കെ ഉണ്ടോ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. ടൈപ്സ് ഓഫ് മെരിസ്റ്റം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ്. ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ. അവരെവിടെ കാണുന്നു, ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ, പ്ലാന്റിന്റെ ഏത് ഭാഗത്ത് കാണുന്നു, ആൻഡ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ 3 ടൈപ്പ്. ആപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ 3 തരം ഏതൊക്കെയാണ്? ആപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ. ഇപ്പൊ ചെടികളിൽ വ്യത്യസ്ത തരം ഗ്രോത്ത് ഉണ്ട്. നീളത്തിലുള്ള ഗ്രോത്ത് ഉണ്ട് അല്ലെ. പ്രൈമറി ഗ്രോത്ത്, നീളത്തിലുള്ള ഗ്രോത്ത്. ചെടികൾ വണ്ണം വെക്കാറുണ്ട്. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയും, വണ്ണം വെക്കുക അല്ലെ. ഇനി അതല്ല, നേരത്തെ പറഞ്ഞ റീജനറേഷൻ ഉണ്ട്. പുല്ലൊക്കെ പശുക്കളൊക്കെ തിന്നു കഴിഞ്ഞാൽ ഈ പുല്ല് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വളരും. ഇതൊക്കെ ഗ്രോത്ത് തന്നെയാണ്. അപ്പൊ വ്യത്യസ്ത തരം ഗ്രോത്തുകൾക്ക് കാരണം വ്യത്യസ്ത തരം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. ഈ വ്യത്യസ്ത തരം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പ്ലാന്റിന്റെ വ്യത്യസ്ത തരം ഭാഗങ്ങളിലും വ്യത്യസ്ത തരം ഫങ്ഷൻസുമാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത്, എപ്പിക്കൽ മെരിസ്റ്റം അപ്പെക്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി, അറ്റത്ത്. അപ്പെക്സ് ഓഫ് ഷൂട്ടിന്റെ അറ്റത്ത്. അപ്പെക്സ് ഓഫ് റൂട്ട്, വേരുകളുടെ അറ്റത്ത്, സ്റ്റെമ്മിന്റെ അറ്റത്തൊക്കെ കാണും. റൂട്ട് ടിപ്പ് കണ്ടെയ്ൻസ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. ഇപ്പൊ റൂട്ടിന്റെ ടിപ്പാണ് ഇത് വിചാരിക്കുക, ഇത് റൂട്ടാണ്. അപ്പൊ റൂട്ടിന്റെ ടിപ്പിൽ എന്തുണ്ട്? ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. അപ്പൊ ഈ സെല്ലുകൾ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആൻഡ് ഫൈനലി ദ റൂട്ട് ഈസ് ഇലോങ്ങേറ്റഡ്. റൂട്ടിന് ഒരു ഇലോങ്ങേഷൻ സംഭവിച്ചിരിക്കുന്നു അല്ലേ? റൂട്ടിന് ഒരു ഇലോങ്ങേഷൻ സംഭവിച്ചില്ലേ അല്ലേ? ഇപ്പൊ നോക്കിയേ, റൂട്ടിന് ഒരു ഇലോങ്ങേഷൻ സംഭവിച്ചിരിക്കുന്നു, കുറച്ച് ഇലോങ്ങേഷനോട് സംഭവിച്ചിരിക്കുന്നു. ദീസ് സെൽ ഹെൽപ്പ് റൂട്ട് ഗ്രോ ഇൻ ലെങ്ത്. റൂട്ട് എന്ത് ചെയ്തു? ലെങ്ത്തിലേക്ക് വളർന്നു. സിമിലർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആർ പ്രസന്റ് ഇൻ ഷൂട്ട് ടിപ്പ് ഓൾസോ. അപ്പൊ ഇതേപോലത്തെ തന്നെ നമുക്ക് ഷൂട്ടിലുണ്ട്. ഷൂട്ട് ടിപ്പിലും ഇതേപോലത്തെ എന്തുണ്ട്? ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഇത്തരം എപ്പിക്കൽ മെരിസ്റ്റം ഇവിടെയുണ്ട്. ഈ സെല്ലുകൾ ഇങ്ങനെ ആക്റ്റീവായി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് റിസൾട്ട് ഇൻ ഇലോങ്ങേഷൻ ഓഫ് വാട്ട്? ഇലോങ്ങേഷൻ ഓഫ് ഷൂട്ട്. അപ്പൊ ഇനിഷ്യലി ഷൂട്ടിന്റെ ലെങ്ത് ഇത്രയാണെങ്കിൽ ഇത്ര പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ലെങ്ത് L പ്ലസ് ഡെൽറ്റ ആ ഒരു രീതിയിൽ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ റൂട്ടിന്റെയും ഷൂട്ടിന്റെയും ടിപ്പിൽ കാണപ്പെടുന്ന ഇത്തരം മെരിസ്റ്റത്തെ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. എന്ത് വിളിക്കാം? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കാം. ഹെൽപ്പ് പ്ലാന്റ് ഇൻക്രീസ് ഇൻ ലെങ്ത്, റെസ്പോൺസിബിൾ ഫോർ പ്രൈമറി ഗ്രോത്ത്. പ്രൈമറി ഗ്രോത്ത് ആണ്, ഇലോങ്ങേഷൻ ആണ്, പ്രൈമറി ഗ്രോത്ത് ആണ്. ഇനി അടുത്തത് ലാറ്ററൽ മെരിസ്റ്റമാണ്. ചെടികളുടെ വശങ്ങളിൽ സൈഡ് വേസിൽ കാണപ്പെടുന്ന ലാറ്ററൽ മെരിസ്റ്റം. ചെടികൾക്ക് വണ്ണം വെക്കാനൊക്കെ സഹായിക്കുന്നത് ലാറ്ററൽ മെരിസ്റ്റം. അതിലേക്ക് വരാം. ഇൻക്രീസ് ഇൻ ഗിർത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ്. ചെടികളുടെ വണ്ണം വെക്കും, സ്റ്റെം, റൂട്ട് ഇതൊക്കെ വണ്ണം വെക്കൂലേ? വണ്ണം വെക്കാൻ സഹായിക്കുന്നത് ഇറ്റ് ഈസ് ലാറ്ററൽ മെരിസ്റ്റം. സ്റ്റെംസ് ഓഫ് ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്. ഡൈക്കോട്ട് ചെടികളുടെ സ്റ്റെം, മോണോക്കോട്ടിന്റെ ഇല്ല, ഡൈക്കോട്ട് ചെടികൾ സ്റ്റെമ്മിന് നീളം വെക്കാറുണ്ട്, ഡയാമീറ്ററും എന്ത് ചെയ്യാറുണ്ട്? കൂടാറുണ്ട്. ഗിർത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടും. ഉദാഹരണം, മരത്തിന്റെ ട്രങ്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിനനുസരിച്ച് വണ്ണം വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മരം കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ റിങ്ങുകൾ കാണാം. കണ്ടോ? ഈ റിങ്ങുകൾ നമ്മൾ കൗണ്ട് ചെയ്ത് ഇത് ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റം അവിടെ ഗ്രോത്ത് ചെയ്തുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് ഗ്രോത്ത് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഗ്രോത്ത് റിംഗ് ആണത്. അപ്പൊ ഈ ഗ്രോത്ത് റിംഗ്, ഈ ആനുവൽ ഗ്രോത്ത് റിംഗ് കൗണ്ട് ചെയ്ത് ഒരു മരത്തിന്റെ പ്രായം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് നമ്മൾ ചില ആളുകൾ ഒരു മരത്തിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞ് ആ ഗ്രോത്ത് റിംഗ് കൗണ്ട് ചെയ്ത് എത്ര വയസ്സ് അല്ലെ എത്ര വർഷം മുന്നേ ഉള്ള പ്ലാന്റ് ആണ് എന്ന് പറയാൻ പറ്റുമായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഗിർത്ത് കൂടുന്നത്? വണ്ണം വെക്കുന്നതിനാണ് ചെടികൾക്ക്. അതിന് കാരണം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. സെക്കൻഡറി ഗ്രോത്ത് എന്നാ പറയാ. അങ്ങനെ വണ്ണം വെക്കുന്ന ഗ്രോത്ത് നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയാം. സ്പെഷ്യൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഗിർത്ത് ആണ്. ഇൻക്രീസ് ഇൻ ഗിർത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് കൂടുന്നതിനാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയാം. അപ്പൊ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെരിസ്റ്റം ലാറ്ററൽ മെരിസ്റ്റം ആണ്. ലാറ്ററൽ മെരിസ്റ്റം എന്താണ്? ആനുവൽ ഗ്രോത്ത് റിംഗ്. നമ്മൾ മരം മുറിച്ചതിന് ശേഷം റിംഗ് ലൈക്ക് പാറ്റേൺ നമുക്ക് കാണാം. ആ റിംഗ് ലൈക്ക് പാറ്റേണിനെയാണ് നമ്മൾ ആനുവൽ ഗ്രോത്ത് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നല്ല വൈഡ് ആണെങ്കിൽ നല്ല ഫേവറബിൾ ഗ്രോത്ത് കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ചില റിംഗ് നേരമായിരിക്കും, അപ്പൊ ഗ്രോത്ത് കണ്ടീഷൻസ് അത്ര കണ്ട് ഫേവറബിൾ ആയിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ നോക്കി കച്ചവടക്കാർ കൃത്യമായിട്ട് മരമൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും? അവരെടുക്കും. ഇനി ആനുവൽ റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താ? സയന്റിസ്റ്റ് യൂസ് ആനുവൽ റിംഗ് ടു എസ്റ്റിമേറ്റ് ഏജ് ഓഫ് എ ട്രീ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മരത്തിന്റെ പ്രായം എത്രയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റും. സ്റ്റഡി പാസ്റ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. മുന്നത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഓരോ ഗ്രോത്ത് റിംഗ് തിക്കാണോ നേരമാണോ? ഞാൻ തിക്കാണെങ്കിൽ ഫേവറബിൾ ആയിരുന്നു, തിന്നാണെങ്കിൽ അൺഫേവറബിൾ ആയിരുന്നു. അപ്പൊ ഓരോ പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞുപോയ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ കുറിച്ചുള്ള ധാരണ കിട്ടും. അണ്ടർസ്റ്റാൻഡ് ഗ്രോത്ത് പാറ്റേൺ ഓഫ് ദ പ്ലാന്റ്. ആ പ്ലാന്റിന്റെ ഗ്രോത്ത് പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു അനാലിസിസ്. ഓരോ വർഷവും എങ്ങനെയായിരുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിന് കാരണമായ മെരിസ്റ്റം, ഗിർത്തിന് കാരണം തടി കൂടാൻ കാരണമായ മെരിസ്റ്റം ലാറ്ററൽ മെരിസ്റ്റം. ഇൻക്രീസ് ഇൻ ഗിർത്ത് ഈസ് ഒക്വർ ഡ്യൂ ടു ലാറ്ററൽ മെരിസ്റ്റം. പ്രസന്റ് ആസ് റിംഗ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളുടെ ഒരു റിംഗ് പോലെ, കാമ്പിയം നമ്മൾ പറയാറുണ്ട്. ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽ. ബിക്കോസ് മെരിസ്റ്റമാണ്, കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ന്യൂ സെൽ പ്രൊഡ്യൂസ്ഡ് ടുവേർഡ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. പുതിയ സെല്ലുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റെമ്മിന്റെ വണ്ണം കൂടാനും പ്ലാന്റ് ബോഡിയുടെ തിക്നെസ് കൂടാനും ഒക്കെ സഹായിക്കും. തിക്നെസ്സിന് സഹായിക്കുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് മെരിസ്റ്റം ഈസ് ഇന്റർകാലറി മെരിസ്റ്റം, പ്രസന്റ് ഇൻ ബിറ്റ്വീൻ നോഡ് ആൻഡ് ഇന്റർനോഡൽ റീജിയൻ.
നമ്മൾ നോക്കാം. ഇന്റർ കാലറി മെരിസ്റ്റം ചില ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്താൽ വീണ്ടും വളരുന്നതിന്റെ കാരണം, റീജനറേഷന്റെ കാരണം ഇന്റർ കാലറി മെരിസ്റ്റമാണ്. വാട്ട് ഹാപ്പൻ ഇഫ് എ ടിപ്പ് ഓഫ് യങ് സ്റ്റെം ഈസ് കട്ട്? ഒരു യങ് സ്റ്റെം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റെം പിന്നീട് നീളത്തിൽ വളരില്ല, മറിച്ച് സൈഡിലെ കൂടി ചെറിയ ചെറിയ ബഡുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ വളരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലെ കൂടി കുഞ്ഞു ബ്രാഞ്ചുകൾ വളരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിന് കാരണം ഇന്റർ കാലറി മെരിസ്റ്റമാണ്. ഇന്റർ കാലറി മെരിസ്റ്റം എവിടെയാണ് കാണുന്നത്? ബേസ് ഓഫ് ഇന്റർ നോട്ട്സ് ജസ്റ്റ് അബോവ് ദ നോട്ട്സ്. അതായത് ഈ ഇലകളൊക്കെ സ്റ്റെമ്മെന്ന് തുടങ്ങുന്ന ഭാഗത്തെയാണ് നമ്മൾ നോഡ് എന്ന് പറയാം. ഇലകൾ അതുപോലെ തന്നെ ഭാഗങ്ങളൊക്കെ ബ്രാഞ്ചൊക്കെ തുടങ്ങുന്ന ഭാഗത്തെയാണ് നമ്മൾ നോഡ് എന്ന് പറയാം. അപ്പൊ രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസിനെയാണ് ഇന്റർ നോഡ് എന്ന് പറയാം. അപ്പൊ ഇന്റർ നോഡിന്റെ ബേസിൽ നോഡുകൾക്ക് എബോവ് ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഇന്റർ കാലറി മെരിസ്റ്റത്തെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താ നോഡ്? ലീഫ് അല്ലെങ്കിൽ ബ്രാഞ്ച് അറൈസ് ചെയ്യുന്ന പോയിന്റിനെയാണ് നോഡ് എന്ന് പറയാ. രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർ നോഡ് എന്ന് പറയാം. ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഇവിടെ നോക്കണേ, ഇവിടെ ഒരു ലീഫ് ഉണ്ട്, ലീഫ് L1, ഇത് വേറൊരു ലീഫ് ഉണ്ട് L2. അപ്പൊ ലീഫ് തുടങ്ങുന്ന ഭാഗം കണ്ടോ? ഇതാണ് നോഡ്. കണ്ടോ? ഈ നോഡിന്റെ ഇടയിലുള്ള ഈ റീജിയൻ കണ്ടോ? അതിനാണ് നമ്മൾ എന്താ പറയാ? ഇന്റർ നോഡ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്റർ കാലറി മെരിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഹെഡ്ജ് പ്ലാന്റ്. നമുക്കറിയാം, നമ്മൾ ഈ ട്രിം ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഈ പൊന്തക്കാടുകൾ പോലുള്ള ഈ പ്ലാന്റിനെ നമ്മളിങ്ങനെ ട്രിം ചെയ്തുകൊണ്ടിരിക്കണം. ബ്രാഞ്ചസ് ഗ്രോ ചെയ്യും, പ്ലാന്റ് ബിക്കം ബുഷി. പുതിയ ട്രിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതൊരു ബുഷി ആയിട്ട് വളരും. പിന്നെ ഗ്രാസസ്, ഈ പശുക്കളൊക്കെ മേയുന്ന സാഹചര്യത്തിൽ വീണ്ടും മുളക്കും. അതുപോലെ തന്നെ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അല്ലെ? മോവിങ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും? ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു എസ്തെറ്റിക്സ് കൂടിയാണ്, ഒരു ബ്യൂട്ടി കൂടി വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇന്റർ കാലറി മെരിസ്റ്റം പറഞ്ഞു, റീജനറേഷൻ സഹായിക്കുന്നു, ന്യൂ ബ്രാഞ്ചസ് ഉണ്ടാകാൻ സഹായിക്കുന്നു, ഗ്രോത്ത് എന്തായാലും കണ്ടിന്യൂ. കാരണം ഗ്രോത്ത് എന്ന് പറയുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. അതിപ്പോൾ അപ്പിക്കൽ മെരിസ്റ്റമായാലും ലാറ്ററൽ മെരിസ്റ്റമായാലും ഇന്റർ കാലറി മെരിസ്റ്റമായാലും. അപ്പൊ മക്കളെ മനസ്സിലാക്കി വെക്കുക, പ്ലാന്റ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൽ കാണപ്പെടുന്ന സെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. 3 തരം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പഠിച്ചിട്ടുണ്ട്. ആപ്പിക്കൽ മെരിസ്റ്റം, ദെൻ ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർ കാലറി മെരിസ്റ്റം. അവരിവിടെ കാണുന്നു, അവരുടെ ഫങ്ഷൻസ് ഇതൊക്കെയാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.